മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം CPM ഹാരിസ് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. മാത്രമല്ല ഒരു വലിയ ഒരു എന്താ പറയുക അഴിമതിയുമായി ബന്ധപ്പെട്ടോ അതോ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെയാണ്. ഇതൊക്കെ CPM നേതാക്കൾ തന്നെ പ്രതികരിച്ചിരുന്നു. ഇത് ലീഗിൻ്റെ മറ്റു നേതാക്കൾക്ക് ഇതിൽ പങ്കിടുന്നു. CPM ഏരിയ സെക്രട്ടറി മോഹൻ പുളിക്കൽ ഇത് വലിയൊരു സംഭവമാണ്. കാരണം ഇത് എന്താ സാമ്പത്തിക തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമാവുകയാണ്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? CPM ഏരിയ കമ്മിറ്റി, മങ്കട ഏരിയ കമ്മിറ്റി 29 ചേർന്നിട്ട് അതിൽ വിശദമായി ചർച്ച ചെയ്യാനും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഇത് ഗൗരവമായി തന്നെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് CP ഹാരിസ് വെറും ഒരു ചെറു മീനാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഉന്നത ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയൊരു തട്ടിപ്പാണ് നടത്തുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ ഇവർ അക്രഡിറ്റഡ് ഏജൻസി എന്ന രീതിയിൽ തട്ടിക്കൂട്ട് ലീഗിൻ്റെ അറിവോടെയുള്ള ഏജൻസികൾ മുഖേന ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി നടപ്പാക്കുകയും അതിൽ വൻ കമ്മീഷൻ തട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 150 പരം ആളുകളുടെ 25 കോടി രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചെറിയ 1-2 ലക്ഷം രൂപയുള്ള ആളുകളുണ്ട്, 4.5 കോടി രൂപ വരെ പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നേതാക്കളാണ് മഹാഭൂരിപക്ഷവും പണം നഷ്ടപ്പെട്ട ആളുകൾ. പല വിധത്തിലുള്ള ചർച്ചകൾ, ഒത്തുതീർപ്പ് ചർച്ചകൾ പാണക്കാട് വെച്ചും ലീഗ് ഉന്നത നേതാക്കന്മാരുടെ വീട്ടിൽ വെച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഇവരെ ഈ ആളുകളോട് പോലീസിൽ പരാതി കൊടുക്കണമെന്നുണ്ടാവും. നിങ്ങളെ പണം തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടികൾക്ക് CPMൻ്റെ പിന്തുണ ഉണ്ടാവും. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ചെയ്തുകൂടാ. ഇത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പണം വിതരണം ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊരു വിഹിതമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് മൂർക്കനാട് സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി ശിക്ഷിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറങ്ങാനുള്ള കോടിക്കണക്കിന് രൂപ ഈ ഹാരിസാണ് കൊടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഭാഗങ്ങളിൽ മൂത്തേടം തുടങ്ങിയ ഭാഗങ്ങളിലെ ബാങ്കുകളിൽ നിന്ന് ബിനാമി ലോൺ എടുത്തിട്ടുണ്ട്. അത് കേസായപ്പോൾ ആ ലോൺ മുഴുവൻ വീട്ടിയത് ഈ ഹാരിസാണ്. അതുപോലെ തന്നെ മറ്റ് ലീഗുകാരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ലീഗ് നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പണം മുഴുവൻ കൊടുക്കുന്ന ഹാരിസാണ്. ഹാരിസ് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ഹാരിസ് അതിൽ ചെറിയ ഒരു എന്താ പറയുക മുന്നിൽ നിർത്തിയ ഒരു ഏജൻറ്റ് മാത്രമാണ്. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയതിന് എന്താ പറയുക ജനങ്ങൾക്കിടയിൽ വളരെ വലിയ പ്രചാരണം ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ആര് ചെയ്താലും അത് പൊതുജനങ്ങൾ അറിയണം, ശക്തമായ നടപടി ഉണ്ടാകണം. അപ്പോൾ CPM അതിനെതിരെ ഇനി എന്താണ്, ഇത്രയും വലിയൊരു വഞ്ചനയ്ക്കെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ജനങ്ങൾക്കിടയിൽ അറിയണം എന്തിനാണ് ഈ ഹാരിസിനെതിരെ നടപടിയെടുത്തത്. ജനങ്ങളെ മുന്നിൽ ലീഗ് അവതരിപ്പിച്ച ഒരു വിശ്വസ്തനായ പൊതുപ്രവർത്തകനാണല്ലോ. ഈ പ്രവർത്തകരെ എന്തിനു വേണ്ടിയാണ് നടപടിയെടുത്തതെന്ന് ലീഗ് പറയുന്നത് വേണം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ TP ഹാരിസിന് രാജിവെക്കണം. അത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങിയാണ്. ജില്ലയിലെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ആസൂത്രണം ചെയ്യാൻ പോകുന്നുണ്ട്. മങ്കട ഏരിയ കമ്മിറ്റിയിലാണ് ഈ മക്കരപ്പറമ്പ് ഡിവിഷൻ വരുന്നത്. അതുകൊണ്ട് മക്കരപ്പറമ്പ് ഡിവിഷനകത്ത് ഡിവിഷൻ മെമ്പർ രാജിവെക്കണമെന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ അഴിമതി അന്വേഷിക്കണമെന്നും സർക്കാർ തലത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യമാണ്. ഭാവിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട പണമാണ് ഇങ്ങനെ ദുരുപയോഗം ചെയ്തത്. ഇതിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് 20% ലാഭം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ 3 മാസത്തിലൊരിക്കൽ. അത് ഉദാഹരണം എന്നെ കാണാൻ വന്നിരുന്നല്ലേ, ഇത് 2 പേരും പണം നഷ്ടപ്പെട്ട കോടിക്കണക്കിന് പണം നഷ്ടപ്പെട്ട ആൾ 2 പേര് വന്നില്ല. അവർ പറഞ്ഞത് 4 മാസത്തിലൊരിക്കൽ 3-4 മാസം കൊണ്ട് 20%, അതായത് 10 ലക്ഷം നിക്ഷേപിച്ച ഒരാൾക്ക് 2 ലക്ഷം 4 മാസം, ഒരു വർഷത്തിൽ എത്ര 6 ലക്ഷം. 10 ലക്ഷത്തിന് 6 ലക്ഷം രൂപ ലാഭം ഒരിക്കലും കിട്ടില്ല എന്ന് ഈ പണം കൊടുത്ത ആളൊന്നും ചിന്തിച്ചില്ല. അവർ മുസ്ലിം ലീഗ് നേതാക്കന്മാരല്ലേ പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് സാധാരണഗതിയിൽ 10 ലക്ഷത്തിന് 6 ലക്ഷം ഒരു വർഷം ലാഭം കിട്ടുന്ന ഈ ലോകത്തുണ്ടാവും. അത് ഈ പണം കൊടുത്ത ആളുകൾ അവർ മുസ്ലിം ലീഗിനെ അന്ധമായി വിശ്വസിച്ചു. ലീഗല്ലേ, ഇസ്ലാമിൻ്റെ പാർട്ടിയല്ലേ, കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ രീതിയിൽ പണം കൊടുത്തിരിക്കുകയാണ്. എന്താണെങ്കിലും നിരപരാധികളായ ആളുകൾ ഒരുപാടുണ്ട്. ലീഗിനെ വിശ്വസിച്ച പാവങ്ങളാണ്. കുറേ പണക്കാർക്കും പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പണം തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അവരൊക്കെ പോലീസിൽ പരാതി കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ CPMൻ്റെ ശക്തമായ പിന്തുണ അവർക്ക് ഉണ്ടാവും. അതോടൊപ്പം ലീഗിൻ്റെ ഈ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിനും അവരെ രാജിവെപ്പിക്കുന്നതിനും ആവശ്യമായ പ്രക്ഷോഭം നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്.
300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ ഇമ്പളെ രണ്ടെണ്ണം ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ട ആക്സിഡന്റ് ഒന്ന് കൊടുത്ത. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.